ഹായ് ഗൈസ്. സോ കഴിഞ്ഞ സെഷനിൽ നമ്മൾ അപ്പോൾ ഡാറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നതെന്നും റിയാക്റ്റിനെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്നതെന്നും ജസ്റ്റ് നമ്മൾ ഗോ ത്രൂ ചെയ്തിരുന്നു. ഓക്കെ, സോ അപ്പോളോ ഡാറ്റ ഫെച്ച് ചെയ്താൽ എന്ത് റെക്കോർഡ് ഏതാണ് എന്നുള്ളത് അപ്പോളോന് അറിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ അതുകൊണ്ട് ഓരോ റെക്കോർഡിനും കറസ്പോണ്ടിങ് ഐഡൻറ്റിറ്റി നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞു ഇവിടെ. ഓക്കെ, ഇനി ഇത് നമ്മൾ കോൺഫിഗർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ. ഇപ്പോൾ നമ്മളുടെ ലാസ്റ്റ് സെഷനിൽ ജസ്റ്റ് ഒരു തിയറി പോലെ ഗോ ത്രൂ ചെയ്യുള്ളൂ, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. സോ ഇന്നത്തെ സെഷനിൽ അത് ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള പരിപാടി നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇത് എവിടെ കോൺഫിഗർ ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് index.js ഉണ്ടാവും ഇവിടെ. സോ index.jsൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തേക്കുന്ന ക്ലയൻറ്റ് മാത്രമേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ക്ലയൻറ്റിൻ്റെ ഉള്ളിൽ അപ്പോളോ ക്ലയൻറ്റ് മാത്രമേ മെൻഷൻ ചെയ്യുള്ളൂ. സോ അപ്പോളോ ക്ലയൻറ്റ് ഡിക്ലെയർ ചെയ്യുന്ന ഭാഗത്ത് ഒരു ചെറിയ കോൺഫിഗറേഷൻ നമുക്ക് മോഡിഫൈ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഡാറ്റ ഐ ഡി ഫ്രം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് നമുക്കൊരു ഇവിടെ ഒരു ഓപ്ഷനായിട്ട് പാസ് ചെയ്യണം. ഈ ഒരു ഒബ്ജക്റ്റിൽ ഒരു കീ കൊടുക്കണമെന്ന് വെച്ചാൽ ഡാറ്റ ഐ ഡി ഫ്രം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ ഒരു ഫങ്ഷനാണ്, പാരാമീറ്റർ വന്നിട്ട് എന്ന് പറഞ്ഞിട്ട് o.id നമ്മൾ കൊടുത്തു. ഓക്കെ, ഇത് ശ്രദ്ധിക്കുന്നത് വെച്ചാൽ ഐ ഡി എന്ന് പറയുന്നത് ഇത് സ്മോൾ കേസാണ്, ഐ മീൻ ലൈക്ക് പിന്നെ ഇത് O ആണ്, 0 അല്ല. നിങ്ങൾ നോക്കണം, ജസ്റ്റ് ഒരു സ്മോൾ കേസിൽ O ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതെന്താ ചെയ്യുന്നതെന്നുള്ളത്. ഈ ഫംഗ്ഷൻ അപ്പോളോ ബാക്ക് എൻഡിൽ നിന്ന് ഫെച്ച് ചെയ്യുന്ന എല്ലാ റെക്കോർഡിനും അത് റൺ ചെയ്തിട്ട് ഓരോ റെക്കോർഡും അത് നോക്കും. സോ അതിലെ ഐ ഡി ഫീൽഡ് എടുത്തിട്ട് സ്റ്റോറിൽ ഐഡൻറ്റിറ്റി ചെയ്യാനായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഇത് ചെയ്യുന്നത്, ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പോളോനോട് പറയും ഓരോ റെക്കോർഡിനും ഐ ഡി ഫീൽഡ് യൂസ് ചെയ്ത് ഐഡൻറ്റിറ്റി കൊടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കിത് എന്തിനാണ് വേണ്ടതെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകും ഐ ഡി യൂസ് ചെയ്യുന്നത് ഒബിയസ് അല്ലേ എന്നുള്ളത്. അപ്പോളോ അത് ഡീഫോൾട്ടായിട്ട് അസ്യൂം ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ ചില APIസിൽ ഐ ഡി ഉണ്ടാവില്ല. ഓക്കെ, പിന്നെ ചിലപ്പോൾ ഐ ഡി എന്താ പറയുക വെച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് ആവാൻ ചാൻസും ഉണ്ട്. സോ ഈ സിസ്റ്റം ശരിയായി എന്താ പറയുക വർക്ക് ആവാൻ ചാൻസ് ഇല്ല. എല്ലാ ഐ ഡിയും യൂണീക്ക് ആയിരിക്കണം, എന്നാൽ മാത്രമേ അത് വർക്ക് ആവുള്ളൂ. ഓക്കെ, സോ ഇപ്പോൾ മുതലെന്ന് വെച്ചാൽ ഓരോ ക്വറിയിലും റെക്കോർഡിൻ്റെ ഐ ഡി ചോദിക്കണം. സോ ക്വറിയിൽ റെക്കോർഡ് ഐ ഡി ഇല്ലെങ്കിൽ അപ്പോളോ റെക്കോർഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കറസ്പോണ്ടിങ് ഓരോ ക്വറിയിലും നമ്മൾ എഴുതിയിരിക്കുന്ന ക്വറിയിൽ നമുക്ക് എവിടെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇത് ഐ ഡി യൂസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കേസ് വെച്ചാൽ മ്യൂട്ടേഷനിൽ പോലും നമ്മുടെ സോങ് പ്ലസ് ലിറിക്സിൻ്റെ ഐ ഡി നമ്മൾ ചോദിക്കണം. നമ്മൾ എഴുതിയിരിക്കുന്ന മ്യൂട്ടേഷൻ സോങ് ക്രിയേറ്റിൽ ഇവിടെ നമ്മൾ മ്യൂട്ടേഷനിൽ എന്ത് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ പറയുക ലിറിക് ലിസ്റ്റാണ് കറസ്പോണ്ടിങ് അത് നമ്മൾ ചോദിക്കണം. എന്താ പറയുക ഐ ഡി വച്ചിട്ട് സോങ്ങിൻ്റെ ആണെങ്കിലും ഇതിൻ്റെ ആണെങ്കിലും ലിറിക്കിൻ്റെ ആണെങ്കിലും ഐ ഡി വെച്ച് ചോദിക്കണം, എന്നാൽ മാത്രമേ അത് വർക്കാവുള്ളൂ. ഓക്കെ, ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് മ്യൂട്ടേഷൻ ഒന്ന് മോഡിഫൈ ചെയ്യണം. സോ അതിനെന്ന് വെച്ചാൽ നമ്മൾ ലിറിക് ക്രിയേറ്റ് കമ്പോണൻ്റ് എടുക്കാം. സോ ലിറിക് ക്രിയേറ്റ് നമ്മൾ ഓൾറെഡി ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ മോഡിഫൈ ചെയ്യേണ്ടത്. ഇത് ഞാൻ സേവ് ചെയ്തിട്ടില്ല, സേവ് ചെയ്യട്ടെ ആദ്യം. ഇത് സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ലിറിക് ക്രിയേറ്റ് കമ്പോണൻ്റിന് പോവാം. സോ ഇവിടെ മ്യൂട്ടേഷനിൽ നമുക്ക് മ്യൂട്ടേഷൻ നമ്മൾ മെൻഷൻ ചെയ്തു. ഇവിടെ മ്യൂട്ടേഷൻ പിന്നെ ആഡ് ലിറിക് ടു സോങ് നമ്മൾ മെൻഷൻ ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 പ്രോപ്പർട്ടി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കണ്ടൻറ്റും കറസ്പോണ്ടിങ് വരി, അതിൻ്റെ ഏത് സോങ്ങിലേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ കറസ്പോണ്ടിങ് സോങ് ഐ ഡി പാസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആഡ് ലിറിക് ടു സോങ് അത് എടുത്തിട്ട് കണ്ടൻറ്റും ഇത് എടുത്തിട്ട് സോങ് ഐ ഡിയും എടുത്തിട്ട് അതിൽ ഐ ഡി നമ്മൾ കൊടുക്കുന്നു. സോ അത് സോങ്ങിൻ്റെ ഐ ഡി, ലിറിക്സ് ഇത് ലിറിക്സിൻ്റെ ഐ ഡി ഉണ്ട്, കണ്ടൻറ്റ്. ഇവിടെ നമ്മൾ ചെക്ക് ചെയ്താൽ മനസ്സിലായത് സോങ്ങിന് ഐ ഡി ഉണ്ട്, ലിറിക്കിനും ഐ ഡി ഉണ്ട്. അതുകൊണ്ട് എന്ന് വെച്ചാൽ അപ്പോളോന് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ പെർട്ടിക്കുലർ സോങ് 1 2 3 എന്നുണ്ടെങ്കിൽ ആ സോങ് 1 2 3 അപ്ഡേറ്റ് ആയി എന്ന്. സോ റിയാക്റ്റ് എന്ന് വെച്ചാൽ കമ്പോണൻറ്റ് റീറെൻഡർ ചെയ്യണം. സോ അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് കമ്പോണൻറ്റ് റീറെൻഡർ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ അത് UI റീറെൻഡർ ചെയ്യും. ഇനി ബ്രൗസർ റീഫ്രഷ് ചെയ്യണം. നമുക്കിനി ഇത് ചെക്ക് ചെയ്യാം, ടെസ്റ്റ് ചെയ്യേണ്ടതാണ് വർക്ക് ചെയ്യണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണം. സോ ഞാൻ സേവ് ചെയ്യാം, എന്നിട്ട് നമ്മുടെ ആപ്ലിക്കേഷനെ പോയിട്ടൊന്ന് റീഫ്രഷ് ചെയ്യാം. ഓക്കെ, സോ റീഫ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു
കം അഗെയിൻ എൻ്റർ. ഇപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, സബ്മിറ്റ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലിറിക് ലിസ്റ്റിൽ കാണാൻ പറ്റി. നമ്മൾ എഴുതിയ ആപ്ലിക്കേഷൻ ലിറിക് ലിസ്റ്റിൽ കാണാൻ പറ്റി. ഇതിൻ്റെ കാരണം വെച്ചാൽ അപ്പോളോ സ്റ്റോർ സോങ്, ഈ പെർട്ടിക്കുലർ ഐഡിയിലുള്ള സോങ്ങിന് പുതിയ ലിറിക്ക് കിട്ടി എന്ന് അറിയാൻ പറ്റും. അപ്പോളോ റിയാറ്റിനോട് പറഞ്ഞിട്ടുണ്ടാവും, ലൈക്ക് ഞാൻ അങ്ങനെ പറയുകയാണ് മനസ്സിലാക്കാൻ എളുപ്പത്തിന്. അപ്പോളോ റിയാറ്റിനോട് പറഞ്ഞിട്ടുണ്ട് സോങ്, ഈ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോങ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, റീറെൻഡർ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ UI അത് ഓട്ടോ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഓൾട്ടർനേറ്റീവ് അപ്രോച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. നമ്മൾ സോങ് ക്രിയേറ്റ് കമ്പോണ്ടിൽ റീഫെച്ച് ക്വറീസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഇവിടെ സോങ് ക്രിയേറ്റ് കമ്പോണൻറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ റീഫെച്ച് ക്വറീസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് തന്നെ യൂസ് ചെയ്താൽ പോരെയെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. ശരിയാണ്, റീഫെച്ച് ക്വറീസ് നമ്മുടെ സിസ്റ്റമിൽ യൂസ് ചെയ്തിട്ടുണ്ട്. മ്യൂട്ടേഷൻ കഴിഞ്ഞാൽ വീണ്ടും ക്വറി റൺ ചെയ്യണം. അതാണ് നമ്മൾ റീഫെച്ച് ക്വറീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡാറ്റ വീണ്ടും ഫെച്ച് ചെയ്യും, അതിൽ UI അപ്ഡേറ്റ് ആവും. പക്ഷേ ഇതിലെന്താണെന്ന് വെച്ചാൽ ഡാറ്റ ID ഫ്രം ഒബ്ജക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റ് മാത്രം മതി. ഇവിടെ നമ്മൾ അടുത്തൊരു മ്യൂട്ടേഷൻ റെസ്പോൺസ് തന്നെ അപ്പോളോ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യും. എക്സ്ട്രാ റീഫെച്ചിൻ്റെ ആവശ്യമില്ല. അതെന്ന് വെച്ചാൽ ഈ നെറ്റ്വർക്കിൻ്റെ ഒക്കെ റിക്വസ്റ്റിൻ്റെ ഒക്കെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ അത് ബെറ്ററാണ് നമ്മൾ യൂസ് ചെയ്ത രീതിയിൽ. ഇവിടെ എന്ന് വെച്ചാൽ അൺനെസസറി മ്യൂട്ടേഷൻ ഒരു കോള്, അത് കഴിഞ്ഞിട്ട് റീഫെച്ചിന് അടുത്ത് ക്വറി, അപ്പോൾ 2 നെറ്റ്വർക്ക് കോൾ വിളിക്കേണ്ടി വരും. സോ അത് പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ അപ്രോച്ചാണ് കുറച്ചുകൂടി ബെറ്റർ ഉള്ളത്, ID വെച്ചിട്ട് കൊടുക്കുന്നത്. സോ ഈ വിഷയം ആക്ച്വലി ഇത്തിരി കൺഫ്യൂസിങ് ആണെന്നറിയാം. പക്ഷെ എന്നാലും നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. ഞാൻ ഒരു ഡോക്യുമെൻറ്റും കൂടി പാരലി ഇവിടെ കൊടുക്കാം. നിങ്ങൾ https://dev apollo data.com/react/ccache-updates.html എന്നൊരു സൈറ്റ് ഉണ്ട്. സോ https://dev.apollodata.com/react/cache-updates.html എന്നൊരു സൈറ്റ് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതൊരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റാണ് ഇതിൻ്റെ. ഇതിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നോർമലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ടാവും. ഇതിൽ നോർമലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. സോ നോർമലൈസേഷൻ data fields. സോ ഇവിടെ ഡാറ്റ ID ഫ്രം ഒബ്ജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഈ ഡോക്യുമെൻ്റ് നിങ്ങൾ ഗോ ത്രൂ ചെയ്യുകയാണെങ്കിൽ കറസ്പോണ്ടിങ്ങിൽ ഇതെന്താ യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ കുറച്ചും കൂടിയും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ആംഗിൾ കൂടി നിങ്ങൾക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് ID കൊടുത്തത്. നിങ്ങൾക്ക് ഫ്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറച്ചുകൂടി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡോക്യുമെൻറ്റേഷൻ ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അറിയാൻ പറ്റും. സോ ഇന്നത്തെ നമ്മൾ എന്താ ചോദിച്ചാൽ അപ്പോളോ സ്റ്റുഡൻറ്റ് റെക്കോർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് IDs വേണം നമ്മൾ പറഞ്ഞിരുന്നു. ഡാറ്റ ID ഫ്രം ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരുന്നു, കോൺഫിഗ് ചെയ്തിരുന്നു. നമ്മൾ index.jsൽ കോൺഫിഗ് ചെയ്തിരുന്നു. ഇവിടെ ഇത് നമ്മൾ കോൺഫിഗ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ക്വറികളിലെ IDSും മ്യൂട്ടേഷനിലും എപ്പോഴും IDs നിർബന്ധമാണെന്ന് പറഞ്ഞു. അപ്പോൾ ലിറിക് ക്രിയേറ്റിൽ നമ്മൾ ID കൊടുത്തിരുന്നു. ഇത് ID നിർബന്ധമായതുകൊണ്ട് നമ്മൾ ID കൊടുത്ത് ഇതോടെ അപ്പോളോ റിയാക്റ്റിനെ അറിയിക്കും റെക്കോർഡ് കറസ്പോണ്ടിങ് അപ്ഡേറ്റ് ആയിട്ട് റീറെൻഡർ ചെയ്യണം എന്നുള്ളത്. സോ ഇതിന് അഡ്വാൻറ്റേജ് വെച്ചാൽ റീഫെച്ച് ക്വറീസ് റൺ ചെയ്യേണ്ട ആവശ്യമില്ല, സിംഗിൾ റിക്വസ്റ്റ് കൊണ്ട് തന്നെ ഡാറ്റ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യാണ്. ആസ് യൂഷ്വൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്താണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സോൾവ് ചെയ്യാൻ നോക്കാം. സോ താങ്ക്സ് ലോട്ട്, ബൈ.